നമസ്കാരം. വിരൽ തുമ്പിലെ വലിയ വിപണി, ആ വിപണിയിലെ നേട്ടവും കോട്ടവും നഷ്ടങ്ങളും സംശയങ്ങളുമാണ് ഇന്നത്തെ സെൽഫിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ രവി കൃഷ്ണൻ അഡ്വക്കേറ്റ്, DYSP ബിജുമോൻ, കേരള പോലീസ് സൈബർ ഇൻവെസ്റ്റിഗേറ്റർ, കെ രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ്, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി, ഉണ്ണി ത്യാഗരാജൻ, IT പ്രൊഫഷണൽ, മുഹമ്മദ് തസ്വീഖ്, ബിസിനസ് ഹെഡ്, സ്റ്റോർ 24 ഗ്രോസറി, അനീഷ്, പാർട്ണർ, സ്കൈ ഡിസ്ട്രിബ്യൂട്ടർ, ട്രിവാൻഡ്രം, അലക്സ് കെ തോമസ്, MD ആൻഡ് CEO, ഡെയിലി ഫിഷ്. ആദ്യം ബിജുമോൻ സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വിരൽ തുമ്പിലെ വിപണി, നമ്മളെല്ലാം ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്നതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ് അല്ലേ? വണ്ടി എടുത്ത് പുറത്ത് പോകണ്ട, പാർക്ക് ചെയ്യേണ്ട, മെനക്കേടില്ല, കയ്യിലൊരു കാർഡ് ഉണ്ടെങ്കിൽ അതങ്ങോട്ട് നമ്പർ അടിക്കുക, പർച്ചേസ് ചെയ്യുക. സത്യത്തിൽ ഇതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാവുന്നത്? ഉപഭോക്താവിനാണോ അതോ അവർക്കാണോ? തീർച്ചയായിട്ടും ഉപഭോക്താവിന് ഗുണം തന്നെയാണ്. കാരണം ഏറ്റവും എളുപ്പം നമ്മൾ ഒരു ക്യൂവിൽ പോയി നിൽക്കാതെ, ഒരു കടയിൽ പോകാതെ, വീട്ടിലിരുന്നു കൊണ്ട് ഏത് സാധനവും ഓർഡർ ചെയ്ത് നമ്മുടെ വീട്ടിലെത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരക്കുള്ള, ഇപ്പോൾ ആളുകളെല്ലാം വളരെ തിരക്ക് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ഈ തിരക്കേറിയ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പോകുന്ന യാത്രക്കിടയിലോ ഓഫീസിൽ ഇരിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ നിന്നുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ഫോൺ വിളിച്ചോ ഒക്കെ പറഞ്ഞ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ സാധനം എത്തും. അതിന്നിപ്പം ഏത് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് മുതൽ നമ്മുടെ പലചരക്ക് സാധനം മുതൽ പച്ചക്കറി, പച്ചമീൻ അടക്കമുള്ള സാധനം വരെ ഇന്നിപ്പം വിരൽത്തുമ്പിൽ ഞെക്കിയാൽ നമുക്ക് വീട്ടിലെത്തുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമാണ്. പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കുറേ അപകടങ്ങളുണ്ട്. അത് മനസ്സിലാക്കി നമ്മളത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാത്തപ്പോഴാണ് പലപ്പോഴും അതിനകത്ത് വരുന്ന അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ തട്ടിപ്പുകൾക്കകത്ത്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളും ഫിസിക്കൽ വേൾഡിൽ നടക്കുന്ന എല്ലാം ഓൺലൈൻ വേൾഡിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അവയർനെസ് ഉണ്ടാവണം. അതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കുറവ്. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് മത്സ്യം അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോൾ ഈ ഡെയിലി ഫിഷ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ലിഫ്റ്റിലും ഒക്കെ അതിൻ്റെ പബ്ലിസിറ്റി ഉണ്ട്. എങ്ങനെ നന്നായിട്ട് പോകുന്നു? നന്നായി പോകുന്നു. ഇത് ഒരു പക്ഷേ അത് മോശമാണെങ്കിൽ നിങ്ങൾ അത് തിരിച്ചെടുക്കുകയും ചെയ്യോ? തിരിച്ചെടുക്കും. ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? നമ്മൾ 40 years 40 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്ത് പാരമ്പര്യമുള്ളവരാണ്. എക്സ്പോർട്ട് ഫീൽഡിലായിരുന്നു കൂടുതൽ. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മീൻ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തും പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലത്തുമാണ് നമുക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉള്ളത്. നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇതെങ്ങനെ ആൾക്കാരിൽ എത്തിക്കാം എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു ഏറ്റവും വീക്ക്നെസ്സായിട്ട് നമുക്കുണ്ടായിരുന്നത്. മറിച്ച് അപ്പം ആ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കി ആ വീക്ക്നെസ് എങ്ങനെ പരിഹരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിനോട് ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്ത് ഓൺലൈൻ വഴി എങ്ങനെ വീടുകളിൽ എത്തിക്കാം എന്ന് നമ്മൾ ആദ്യം വിചാരിച്ചത്. ഓൺലൈൻ ചെയ്യാൻ കാര്യം തന്നെ നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ എങ്ങനെ അത് വീടുകളിൽ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ കൂടാതെ എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു ആശയത്തിലാണ് നമ്മളത് തുടങ്ങുന്നത്. അപ്പോൾ ഇത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. കോൾഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ കടലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉടനെ ചാവുകയാണ്. അതിന് ബാക്ടീരിയ കൂടുതൽ വളരാതിരിക്കാൻ വേണ്ടി അത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. അപ്പോൾ 4 degrees ടെമ്പറേച്ചറിനകത്തായിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതങ്ങനെ കറക്റ്റായിട്ട് എത്തിക്കണമെങ്കിൽ ലാസ്റ്റ് മൈൽ ഡെലിവറി, അതായത് കടയിൽ നിന്ന് മാത്രമല്ല വീടുകളിൽ തന്നെ നമ്മളത് സൂക്ഷ്മമായി രീതിയിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ അതൊരു ഫ്രഷ് ഫിഷ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതിന്? നമ്മൾ ചെയ്യുന്നത് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫിഷ് എടുത്തിട്ട് നമ്മുടെ അടുത്തുള്ള, ഞങ്ങൾക്ക് 4 ഫാക്ടറീസ് ഉണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലായിട്ട് 4 ഫാക്ടറീസ് ഉണ്ട്. അതിനോട് അടുത്തുള്ള കടലിൽ നിന്നുള്ള മത്സ്യം നമ്മുടെ അതാത് ഫാക്ടറീസിൽ വന്ന് പ്രോസസ്സ് ചെയ്ത് -40 degreesൽ അത് ഫ്രീസ് ചെയ്യും. അപ്പം സാധാരണ മീനെടുത്ത് മാർക്കറ്റിൽ കിട്ടുന്നത് നമ്മൾ അതിൻ്റെ ബാക്ടീരിയൽ ഗ്രോത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ബാക്ടീരിയ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും, അണുക്കൾ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളത് -40 degrees സെൽഷ്യസിൽ അത് ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബാക്ടീരിയൽ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യാണ്. അപ്പം ഫർദർ ഡാമേജ് ഉണ്ടാകുന്നില്ല. ന്യൂട്രിയൻസ് ലോക്ക്ഡാണ്.
അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ആ ഫ്രീസ് ചെയ്ത ആ മീൻ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് വീടുകളിൽ എത്തിക്കുന്നവരെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ബാക്ടീരിയൽ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇല്ലാതെയാവുന്നുണ്ടോ? കംപ്ലീറ്റ്ലി ഇല്ലാതെയാവും. അതെ, അത് ചാവുകയാണ്. അത് -40 ഡിഗ്രീസിലേക്ക് പോകുമ്പോൾ ഉള്ള ബാക്ടീരിയ കംപ്ലീറ്റ്ലി അത് ചാവുകയാണ്. റസ്വീക് ഒരു യുവ സംരംഭകനാണ് അല്ലേ? അതെ. പ്രൊവിഷൻസ് അല്ലേ, ഗ്രോസറി വീടുകളിൽ എത്തിക്കുകയാണ്. എന്താ നിങ്ങളുടെ പേര്, കമ്പനിയുടെ പേര്? സ്റ്റോർ 24 ഗ്രോസറി എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ശരിക്കും ഞങ്ങളുടെ കമ്പനി തന്നെ എല്ലാ യുവാക്കൾ തന്നെയാണ്. ഞങ്ങൾ 4 യുവാക്കളാണ് തുടങ്ങിയേക്കുന്നത്. ഇതിന് ബേസ് ഫ്രം കൊച്ചിനാണ് കൂടുതൽ. അത്യാവശ്യം വേണ്ട ഗ്രോസറി ഐറ്റംസ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ? കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഞങ്ങൾ കാലിക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. എറണാകുളമാണ് കൂടുതൽ ബേസ് ആയിട്ട്. ഇതെങ്ങനെയാണ് വീട്ടിലേക്ക് നിങ്ങൾ അവർ ഐറ്റംസ് പറയുമ്പോൾ നിങ്ങൾ എത്തിച്ചു? ഇതിപ്പോൾ നിലവിൽ മാം ഞങ്ങളുടെ ഒരു ആപ്ലിക്കേഷനാണ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സെയിം തന്നെ നമ്മളിതിൽ ഗ്രോസറിയിൽ വേണ്ട ഒരു സൂപ്പർ മാർക്കറ്റിൽ വേണ്ട എല്ലാ ഐറ്റംസും നമ്മളിതിൽ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉള്ള പ്രൈസസും നിലവിൽ അവൈലബിൾ ആണ്. ചിലപ്പോൾ നമുക്കിപ്പോൾ നേരിട്ട് ചെന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സെലക്ട് ചെയ്യാനുള്ള, ഇപ്പോൾ ചിലപ്പോൾ ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട് മാർക്കറ്റിൽ അല്ലേ? അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തേയില ആവട്ടെ അല്ലെങ്കിൽ പേസ്റ്റ് ആവട്ടെ, ഇത്തരം കാര്യങ്ങൾ അതിപ്പോൾ നമ്മൾ ഓൺലൈൻ ആവുമ്പോൾ നമുക്ക് എങ്ങനെ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? സെയിം തന്നെ. ഇപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ്, അതായത് ലോക്കൽ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞങ്ങളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതായത് വേറെ സെലക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഞങ്ങളുടെ ഡെയിലി അപ്ഡേറ്റ്സ് ഉള്ളതാണ് അതിൽ. ഇപ്പോൾ പുതിയ പ്രൊഡക്ട്സ് ആയാലും നമുക്കിപ്പം എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മളത് അപ്ഡേറ്റഡ് ആണ്, ഡെയിലി അപ്ഡേറ്റ് ആണ്. പ്രൈസ് ആണെങ്കിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നിലവിൽ നമുക്കത് ചൂസ് ചെയ്തെടുക്കാം. നമുക്കത് ചൂസ് ചെയ്ത് നമുക്ക് ഒരു ഡോർ സ്റ്റെപ്പ് ഡെലിവറിയാണ് നമുക്ക് ചെയ്യുന്നത്, വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ്. നമുക്കതൊരു 3 ടൈം സ്ലോട്ട് ഉണ്ട്. നമുക്ക് ആ കസ്റ്റമർക്ക് അതൊരു 3 ടൈം സ്ലോട്ട് എത്ര വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്കത് എത്തിക്കാം. അതിപ്പോൾ വീടുകളിൽ തന്നെ ഇപ്പോൾ അതായത് ഞങ്ങൾ കൂടുതൽ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലേ? ആപ്ലിക്കേഷൻ വഴി ഇപ്പോൾ മൊബൈൽ ആണെങ്കിലും വീട്ടിലുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം അതൊക്കെ അറിയുന്നവർക്കല്ലേ പറ്റുള്ളൂ? അതെ മാം. പക്ഷെ ഞങ്ങളുടെ ഒരു മിഡിൽ ക്ലാസ് അതല്ല, ഇതിപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത ആരും ഇപ്പോൾ നിലവിലില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞങ്ങൾ അതുകൊണ്ടാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആയത്. ഇതിപ്പോൾ സ്മാർട്ട് ഫോണിൽ നമുക്കൊരു ജസ്റ്റ് സ്മാർട്ട് ഫോൺ ഓൺ ചെയ്യുക, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ തന്നെ ഞങ്ങൾക്ക് ഷോപ്പിംഗ് ലിസ്റ്റ്, നമ്മൾ സാധാരണ വീടുകളിൽ എഴുതി വെക്കുന്ന ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് നമുക്കത് ക്യാമറയിൽ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിംഗ് ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ആ സെയിം തന്നെ ഞങ്ങൾ ഡെലിവറി ചെയ്യും. അത് കൂടുതൽ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ അറിയാൻ പാടാത്തൊരു ഫോക്കസ്. ഇപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അതിനെ സെയിം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ക്യാമറ യൂസ് ചെയ്യാൻ അറിയാൻ പാടാത്ത ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആരും ഇല്ല എന്ന് തന്നെ തോന്നുന്നു. എല്ലാവരും സ്മാർട്ട് ഫോണിൽ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന ക്യാമറ. അപ്പോൾ അതിൽ നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റ് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർഡർ വീട്ടിലെത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഫോൺ ചെയ്ത് ഞാൻ എന്തായാലും പോയിട്ടേ മേടിക്കുള്ളൂ. എനിക്ക് ഇതൊക്കെ സംഭവമൊക്കെ അറിയാം, പക്ഷെ ഞാൻ പോവാറില്ല. കാരണം എനിക്ക് പോയി തിരഞ്ഞെടുത്തേ പറ്റൂ. ഞാൻ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അളവ്, നമുക്ക് എത്ര മാസത്തെ ഇത്തരം കാര്യങ്ങളെല്ലാം വീട്ടിലിരുന്ന് ആലോചിച്ചിട്ട് നേരിട്ട് പോയാണ് എടുക്കുന്നത്. ഇത് എത്രമാത്രം ജനങ്ങൾക്ക് ഒരു തൃപ്തി തരും ഇങ്ങനെ ഒരു ഓൺലൈൻ പർച്ചേസ്? ഇതിൽ 2 ടൈപ്പുള്ള കസ്റ്റമേഴ്സ് ആണ് മാഡം നമുക്കുള്ളത്. ഇപ്പോൾ ഒന്നെന്ന് പറയുന്നത് മാം പറഞ്ഞ പോലെ പോയി കണ്ട് ഒരു ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്ന ടൈപ്പ് ഒരു കസ്റ്റമേഴ്സ്. അവരെന്ത് വന്നാലും അത് ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്, വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാർ. അല്ലെങ്കിൽ അവർക്ക് ഈ പോയിട്ട് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം കളയാനോ പെട്രോൾ അടിച്ച് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനോ ഒന്നും സമയമുള്ള ആൾക്കാരല്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ്, ഇതിൽ നമുക്ക് ജെന്യൂൻ പ്രൊഡക്ട്സും ഉണ്ട്, അല്ലാത്ത പ്രൊഡക്ട്സും അവൈലബിളാണ്. ഇപ്പം ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ടൈം സേവ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇപ്പം മാം പറഞ്ഞ ആ കാറ്റഗറി ആൾക്കാരും ഓൺലൈനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കുന്നതും പ്രൈസ് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവർക്ക്, മറ്റുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ കടയിലുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമുക്ക് കമ്പാരിസൺ കിട്ടുന്നുള്ളൂ. ഇപ്പം ഒരു പ്രൊഡക്റ്റ് തന്നെ പല കാറ്റഗറി അല്ലെങ്കിൽ പല ഷോപ്പുകളിൽ കിട്ടുന്ന സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് കമ്പാരിസൺ ഒരു ഷോപ്പിൽ ചെന്നാൽ കിട്ടത്തില്ല. അപ്പോൾ അതാണ് കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് വരാൻ കാരണം. ഇപ്പോൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ 10-15 ടൈപ്പ് പ്രൈസുകളാണ് അവൈലബിൾ മാർക്കറ്റിൽ. അപ്പോൾ അതൊരു ഷോപ്പിൽ പോയാൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മടി ഇങ്ങനെ വളർത്തുന്നുണ്ടല്ലേ ജനങ്ങളില്? വീട്ടിൽ അതിന് പോലും പുറത്തേക്ക് പോകണ്ട, എല്ലാം വീട്ടിലിരുന്ന്
ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്കും കൂടെ കാര്യങ്ങൾ പോകുന്നില്ലേ? യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നതാണ് ഇപ്പൊ വീട്ടില് ജോലിക്ക് പോകുന്നവർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾ അടുത്ത ശരി വീട്ടിൽ ആവശ്യമുള്ള സാധനം മേടിക്കാൻ പോവാം എന്ന് പറയുന്ന ആ ഒരു പ്രവണത നമുക്കൊരു സൊസൈറ്റിയുമായിട്ട് നമുക്കൊരു അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ സാധനങ്ങളുമായിട്ട് അത്തരം അനുഭവങ്ങളല്ലേ ഇതിൽ കൂടി കുറയുന്നത്? ഈ ഓൺലൈൻ മുഖാന്തരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണി അനുഭവപ്പെടുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ വ്യാപാരികൾ, ചെറുകിട വ്യാപാരികൾ. ഏകദേശം 10 ലക്ഷം വ്യാപാരികൾ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. ആ 10 ലക്ഷം വ്യാപാരികളെ ആശ്രയിക്കുന്നവരുടെ കുടുംബങ്ങൾ, ആ കടകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരും അവരുടെ കുടുംബങ്ങളും, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഏകദേശം നമ്മുടെ ജനസംഖ്യയുടെ 1/3 വിഭാഗം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ വ്യാപാര സമൂഹം. അതിന് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരവസരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരിൽ മടി വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഒരു പ്രധാന. വേറൊരു കാര്യമുണ്ട് സർ, നമ്മൾ പണ്ടൊക്കെ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവും ഓരോ കടയിൽ, അതിലേക്കൊക്കെ ഞാൻ വരികയാണ് അല്ലേ? അതൊരു ബന്ധം വളരുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ പോയി പറഞ്ഞാൽ സാധനം തരും. ഇവരുടെ അടുത്ത് അത് പറയാൻ പറ്റില്ലല്ലോ. ഇവരുടെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക്. അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം ഇന്നത്തെ ഇപ്പം മാളായാലും നമ്മുടെ മറ്റ് ഈ ഇതുപോലുള്ള ചെറിയ വലിയ സ്റ്റാളുകളായാലും അവിടെ ചെന്നിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് ഒരു 10 രൂപ കുറവ് വന്നാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? അതെ. അതേസമയം നമ്മളെ പരിചയക്കാരനായ ഒരു കടക്കാരനാണെങ്കിൽ അയാളോട് 100-150 രൂപ ആണെങ്കിലും ഞാൻ നാളെ കൊണ്ട് ശരി സാറേ നാളെ മറ്റന്നാളെ വന്നാൽ മതി എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. ഒന്ന്. രണ്ടാമത് നമ്മുടെ ഈ ഉപയോഗങ്ങൾ നമ്മൾ ഈ വ്യാപാരികളിൽ നിന്നുള്ള സമൂഹത്തിന് കിട്ടുന്ന സഹായങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഒന്ന്, സന്ധ്യയായി കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞ് കടകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ, അടഞ്ഞു കിടന്നാൽ ഈ നമ്മുടെ നഗരം ഇരുട്ടായി പോവില്ലേ? അപ്പോൾ അതിലൊരു ഒരു പരിധി വരെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട്. വെളിച്ചം നൽകിയുന്ന സർക്കാരായാലും KSEB ആയാലും അവരാവശ്യപ്പെടുന്ന ബില്ല് അടച്ചുകൊണ്ട് വെളിച്ചം പകരുകയാണ്. ഒന്ന്, നമ്മുടെ സമൂഹത്തിലൊരു മേഖലയിൽ ഒരു ഉത്സവം മറ്റേ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിൽ ഏറ്റവും പങ്കാളികളാകുന്നത് അവിടുത്തെ വ്യാപാരികളാണ്. നോട്ടീസ് അടിക്കുന്ന സമയം മുതൽ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം. ഇത്ര കടയുണ്ട്, ഇത്ര കടയിൽ നിന്ന് നമുക്ക് ഇത്ര രൂപ സമാഹരിക്കാം. അതിലൊരു ശതമാനം മാത്രമേ, കുറച്ച് ചുരുങ്ങിയ ശതമാനം മാത്രമേ നോട്ടീസിന് ചിലവാകുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു സഹായം രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന വ്യാപാരികളാണ്. ഒരു സമ്മേളനം വന്നാലോ അതിന് കാര്യമായിട്ടുള്ള സംഭാവന ചെയ്യുന്ന ആ പ്രദേശത്തെ വ്യാപാരികളാണ്. രണ്ടാമതൊരു ഹർത്താൽ വന്നാൽ അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആരാണ്? ഹർത്താൽ വിജയിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വ്യാപാരികളാണ്, കടകൾ അടച്ചു കൊടുത്തുകൊണ്ട്. അപ്പൊ ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം പോകുന്നത്. അല്ല, വേറൊരു കാര്യമുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇപ്പോൾ സാധാരണ പ്രൊവിഷൻ സ്റ്റോഴ്സിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് അതിന്റെ കല്ലൊക്കെ പെറുക്കി അതിന് കുറെ മുറത്തിലൊക്കെ ഇട്ട് അതൊരു പ്രക്രിയയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു നല്ല രസം ഉണ്ടായിരുന്നു. ആ കാഴ്ചയൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക്കിൽ മുക്കിയ അരികളും ഒക്കെയാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ വീടുകളിൽ ഇങ്ങനെ സാധനം കിട്ടുന്നവർ ആദ്യം ചെയ്യുന്നത് അരി ചൂടുവെള്ളത്തിലിട്ടാണ് കഴുകുന്നത്. കാരണം ഈ പ്ലാസ്റ്റിക് ഉരുകി പോണല്ലോ, എന്നിട്ട് അത് ചോറ് വെക്കാം. ഒരു അഡ്വക്കേറ്റ് എന്നുള്ളതിലേക്ക് ഇത്തരം വ്യാപാരികൾ പെരുകുന്തോറും ഏറ്റവും അധികം ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതിയിൽ കേസ് വരുന്നത് ഇങ്ങനെ റീറ്റെയിൽ വ്യാപാരികളിൽ നിന്നാണോ അതോ ഓൺലൈൻ വ്യാപാരികളുടെ ഭാഗത്ത് നിന്നാണോ? അവരെ കുറിച്ചാണോ? 2 തരത്തിലും കേസ് വരാറുണ്ട്. ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം അനുസരിച്ച് ഓൺലൈനിൽ സാധനം വാങ്ങിയാലും അല്ല നേരിട്ട് പോയി സാധനം വാങ്ങിയാലും അതിനെന്തെങ്കിലും കോട്ടം ഉണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതിയെ സമീപിക്കാം. ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ഗുണമുള്ളത്, ഇപ്പോൾ ഞാൻ ഒരുപാട് സാധനം ഓൺലൈൻ വഴി വാങ്ങുന്ന ഒരു വ്യക്തിയാണ്, കൂടുതൽ ഇലക്ട്രോണിക് സാധനം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ഒറിജിനൽ വില 28,000 രൂപ, എനിക്ക് കിട്ടിയ 22,000 രൂപയ്ക്കാണ്. അപ്പോൾ അത് നമുക്ക് ആ കമ്പ്യൂട്ടറിൽ നോക്കി അതിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കി വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊരു കോട്ടമുള്ളത്, പല സൈറ്റിലും വില ഇരട്ടിപ്പിച്ച് കാണിച്ച് കുറയ്ക്കുന്ന ഒരു പരിപാടി എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു V-Guardൻ്റെ ഫാൻ വാങ്ങി ആ സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിരുന്ന വില എന്ന് പറയുന്നത് 2,500 രൂപ. അതിന് ഇത്ര % ഡിസ്കൗണ്ട് കഴിഞ്ഞ് നമുക്ക് സാധനം കിട്ടുന്നു. ഞാൻ ഓഫീസിൽ കൊണ്ട് തന്നപ്പോഴത്തേക്ക് അതിൻ്റെ MRP എന്ന് പറയുന്നത് 1,900 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ആൾക്കാർക്ക് പറ്റുന്നുണ്ട്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഉടനെ
തീർച്ചയായിട്ടും കൺസ്യൂമർ കോടതിയിൽ ഞാൻ ആദ്യമായിട്ട് തന്നെ കേസ് കൊടുത്തു. ഇതല്ലാതെ സാറിനും അബദ്ധം പറ്റിയ? തീർച്ചയായിട്ടും പറ്റും. ആർക്കും അബദ്ധം പറ്റാതെ മനുഷ്യർക്ക് എല്ലാവർക്കും പറ്റുന്നുണ്ട്. കാരണം ഈ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മുന്തോട്ടിക്കും വാദം എന്നൊക്കെ പറഞ്ഞ മാതിരിയായി പോയി. നിയമം ഇത്രയും പഠിച്ചിട്ട്. അല്ല, നിയമം ഞാനല്ലേ പഠിച്ചുള്ളൂ, അവർക്ക് അറിഞ്ഞൂടല്ലോ. അല്ല, ഇത്രയും പറ്റിപ്പ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാ അതിൽ ഇറങ്ങുന്നത്? അല്ല, അത് ആദ്യം നമുക്കൊരു അനുഭവം വരുമ്പോഴേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു ഇപ്പോഴും ആരായിരുന്നാലും അബദ്ധം പറ്റുമ്പോഴേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഈ ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്. ചിലപ്പോൾ യൂസ്ഡ് സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ വഴി വാങ്ങിച്ചാൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആദ്യമായിട്ട് യൂസ്ഡ് സാധനം തന്നത് ഒരു റീറ്റെയിൽ കടക്കാരനാണ്. പട്ടത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നോക്കിയയുടെ മൊബൈൽ ഫോൺ വാങ്ങിയപ്പോൾ ഏകദേശം 4 മാസം 5 മാസത്തിൽ കൂടുതൽ ഉപയോഗിച്ച സാധനം പുതിയതാണെന്ന് പറഞ്ഞ് തന്നു. അത് കേസായി, ക്രിമിനൽ കേസ് വരെ ആയതാണ്. അപ്പം 2 കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ സമീപിക്കാൻ പറ്റുന്ന കോടതിയെ മാത്രമേ ഉള്ളൂ. കോടതിയെ സമീപിച്ച് അതിനുള്ള MRP കൂടുതൽ വിൽക്കുക. സമയമെടുക്കില്ലേ? അല്ല, സമയമെടുക്കും. ഈ മലയാളിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, സമയമെടുക്കും. അതുകൊണ്ട് ഉള്ളത് വെച്ച് തൃപ്തിപ്പെടാമെന്ന് വിചാരിക്കുന്ന മലയാളികളുണ്ട്. അതുകൊണ്ടാണ് മെനക്കേടാണ്. അതുകൊണ്ടല്ല, ഈ കയറി ഇറങ്ങാനുള്ള സമയമില്ല ആർക്കും. അതായത് നമുക്ക് പല 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 ജോലി ഉണ്ട്, ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രാരാബ്ദങ്ങളുടെ ഇടയ്ക്ക് ഇതിന് കയറി ഇറങ്ങാനുള്ള, അതുകൊണ്ടാണ്. അല്ലാതെ അതിനകത്ത് വിഷയമുള്ളൂ. ഇപ്പം ഞാൻ ഒരാൾ 28,000 രൂപയ്ക്ക് ഒരു മൊബൈൽ വാങ്ങിച്ചു, അത് വർക്ക് ചെയ്യുന്നില്ല. കയറി ഇറങ്ങാൻ പാടെങ്കിൽ ഇത് വെച്ചുകൊണ്ട് വീട്ടിലിരിക്കാനേ പറ്റൂ. കാരണം കൺസ്യൂമർ കോടതിയിൽ വക്കീല് വേണ്ട, നേരിട്ട് പോയി ശരീരം അനങ്ങി പോയി വാങ്ങിയാലും മതി. അല്ല, അതിലും പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതിലും പ്രശ്നം. 2,000 രൂപ മിച്ചപ്പെടുത്താൻ വേണ്ടി എത്ര രൂപ? 2,000 അല്ല, 28,000 രൂപയുടെ ഫോൺ ഞാൻ വാങ്ങുന്നത് 22,000 രൂപയ്ക്കാണ്. നമുക്കൊരു റീറ്റെയിൽ ഷോപ്പിൽ ചെന്നാൽ അത് കിട്ടത്തില്ല. അവർ പറയുന്ന പ്രൈസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോഴും ഇങ്ങനെ അനുഭവം ഉണ്ടായ ആളാണ് ഞാൻ. അത് ഏത് കടയിൽ നിന്ന് വാങ്ങിയാലും അതുണ്ടാവും. ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഈറ്റബിൾസ് അതിൻ്റെ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ച് തരുന്ന കടകളില്ലേ? എനിക്കനുഭവമുണ്ട്. മാഡം നേരത്തെ പറഞ്ഞ പോലെ ഈ റെഡ് ഓക്സൈഡ് കവർ ചെയ്ത് കിട്ടുന്ന അരി ഇപ്പോഴും വിൽക്കുന്നുണ്ട് ഈ സിറ്റിയിൽ, ഇപ്പോഴും വിൽക്കുന്നത്. എനിക്ക് അനുഭവമുണ്ട്. കാരണം ഇത് നമ്മൾ അരി കഴുകി കഴിഞ്ഞാൽ കൈ നിറച്ചും ചുവന്ന കളറാവും. റെഡ് ഓക്സൈഡ് ഇപ്പോഴും ഇവിടുത്തെ ഏറ്റവും വലിയ 2 ഷോപ്പിൽ അത് വിൽക്കുന്നുണ്ട്. അപ്പം റീറ്റെയിൽ ഷോപ്പിംഗ് ആയിരുന്നാലും ഓൺലൈൻ ആയിരുന്നാലും എല്ലാവർക്കും ഇത് പറ്റുന്നതാണ്. രണ്ടിനായിരുന്നാലും കുഴപ്പങ്ങളുമുണ്ട്, ഗുണങ്ങളുമുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പം സാറ് പറഞ്ഞു, സാറിന് തന്നെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. അതിപ്പോൾ പുറത്തുനിന്ന് മേടിച്ചാലും സംഭവിക്കുന്നുണ്ട്, ഓൺലൈനിലും സംഭവിക്കുന്നുണ്ട്. ഏറ്റവും അധികം കംപ്ലൈൻറ്റ് വരുന്നത് ഏതിനാണ് യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ഈ സാറ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ മേടിച്ചാലും ഓഫ്ലൈനിൽ നമ്മൾ ഷോപ്പിൽ പോയി മേടിച്ചാലും, മാഡം പറഞ്ഞ പോലെ പോയി ഫീൽ ചെയ്ത് മേടിച്ചാലും, ഇലക്ട്രോണിക് സാധനങ്ങളിലായാലും ഏത് സാധനങ്ങളിലായാലും കുഴപ്പം വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ കളിപ്പിക്കപ്പെടാനുള്ള ചാൻസ് ഡയറക്റ്റ് പർച്ചേസിൽ നമ്മൾ പോയി ഫീൽ ചെയ്ത് മേടിക്കുന്നതിൽ, അല്ലെങ്കിൽ ഷോപ്പിൽ പോയി ഡയറക്റ്റ് പോയി മേടിക്കുന്നതിൽ കുറവാണ്. ഓൺലൈനിൽ സാർ പറഞ്ഞ മാതിരി നമുക്ക് വരുന്ന സാധനങ്ങൾ അതെ നമ്മുടെ കയ്യിലെത്തിയതിന് ശേഷമേ നമുക്ക് അറിയുള്ളൂ ഇതെന്താണെന്നോ. നമ്മളൊരു സ്ക്രീനിൽ കാണുന്നു, അതിന് മേ ബി യഥാർത്ഥ കളർ അതായിരിക്കില്ല. കാരണം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പം നല്ല ഹൈഫൈ ഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നത്? ഓൺലൈൻ ഷോപ്പേഴ്സിനാണോ അതോ റീറ്റെയിൽ? ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഹോൾസെയിലറാണ്. നമ്മൾ ശരിക്കും ഞാനിത് രണ്ടിന്റെ പ്ലസ് പോയിന്റ്സ് പറയാം. ഇത് ഓഫ്ലൈനിൽ നമ്മൾ ചില സാധനങ്ങൾ അതിൽ ശരിക്കും സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ സെലക്ട് ചെയ്യുക. എനിക്ക് എന്താണ് മേടിക്കാനുള്ളതുള്ള ആ ഐറ്റം അനുസരിച്ച് വേണം നമ്മളെ മോഡ് ഓഫ് പർച്ചേസ് സെലക്ട് ചെയ്യാൻ. ഇപ്പോൾ ടെക്സ്റ്റൈൽ തുണി മേടിക്കാൻ പോകുന്നതിന് ഞാൻ ഓൺലൈനിൽ പോയാൽ ഇറ്റ് മേ ബി മച്ചിങ്. ഇപ്പോൾ നമ്മൾ പോയി എനിക്കൊരു ഫീൽ ചെയ്തപ്പോൾ ഇന്ന ഡ്രസ്സാണ്, അതിൻ്റെ ഫൈബർ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ഇതാണ്, അതൊക്കെ ഫീൽ ചെയ്ത് മേടിക്കണമെങ്കിലും, എനിക്ക് പറ്റുന്ന ഒരു ഡ്രസ്സ് മേടിക്കണമെങ്കിലും, സംതൃപ്തിയോടെ മേടിക്കണമെങ്കിൽ ഞാൻ പോയി സെലക്ട് ചെയ്ത് മേടിക്കണം. ഓൺലൈനിൽ നമുക്ക് കാണാം, നമ്മൾ കാണുമ്പോൾ കുറേ കളേഴ്സ് കാണാം, കുറേ സൈസ് കാണാം. സെലക്ട് ചെയ്ത് വരുമ്പോൾ വന്നു എനിക്കും അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു 3 പാൻസ് മേടിച്ചു. ആക്ച്വലി എൻ്റെ സൈസ് പറഞ്ഞു കൊടുത്ത് മേടിച്ചിട്ട് ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ വന്നു. സാധനം വന്നു കഴിഞ്ഞപ്പം എനിക്കോ പിന്നെ ഒരു 2-3 സൈസ് താഴെയുള്ള ആളിനും ഇടാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തില്ല. ഞാൻ അത് ഇടാൻ പറ്റുന്ന ഒരാളിന് കൊടുത്തു. ഇനി തിരിച്ചു കൊടുത്താൽ ഈ പറയുന്ന ഇല്ല, ഞാൻ 1000 രൂപ ചിലവാക്കി അല്ലെങ്കിൽ 2000 രൂപ ചിലവാക്കി മേടിച്ചൊരു സാധനത്തിന് വേണ്ടി ഞാൻ ഇതിന്റെ പുറകെ പോകണം. ഈ പറഞ്ഞ ചിലപ്പോൾ അഡ്വക്കേറ്റിന് 2000 രൂപ കൊടുക്കേണ്ടി വരും. ഞാൻ അത് ആ സമയം എനിക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ടാണല്ലോ ഞാനത് ചെയ്യാൻ പോയത്. ഞാനൊരു ട്രയൽ ചെയ്ത് നോക്കിയതാണ്, അതോടെ ഞാൻ നിർത്തി. അതേപോലെ തന്നെ വേറെയും കൂടെ ഉണ്ട്. ഈ ചെറിയ നമ്മുടെ ബ്ലൂടൂത്ത് വാങ്ങിയിട്ടുണ്ട് എൻ്റെ ഓഫീസിലുള്ള. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറാണ്, അപ്പൊ നിങ്ങൾ ഈ ഓൺലൈൻ ഷോപ്പേഴ്സിന് നിങ്ങൾ സാധനം കൊടുക്കാറുണ്ട്? അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇവർക്ക് ഫണ്ട് വരുന്നത് ഇവർക്ക് വേണ്ടിയാണ്, ഇവരുടെ അക്കൗണ്ടിലാണ് ഫണ്ട് വരുന്നത്. നമ്മൾ സാധനം സപ്ലൈ ചെയ്യണം. അവരുടെ ടേംസ് എന്താ വെച്ചാൽ അവർ പറയുന്ന റേറ്റിൽ അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ സാധനം സപ്ലൈ ചെയ്യണം.
പക്ഷേ ഈ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ്സ് എല്ലാം പോകുന്ന അവരുടെയിലാണ്. അപ്പോൾ അങ്ങനെ കുറേ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു ആശയക്കുഴപ്പമുണ്ട്, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഓൺലൈൻ ഇപ്പോൾ ഒരുപാട് ഷോപ്പുകൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ നല്ലൊരു എഫർട്ടാണ് എടുത്തിരിക്കുന്നത്. ഓൺലൈൻ ഇലക്ട്രോണിക്സിലായാലും ഗ്രോസറിയിലായാലും ഏതിലായാലും ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ലോക്കലി ചെയ്യാം. അപ്പോൾ സാറ് പറഞ്ഞ ഈ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇലക്ട്രോണിക് ഗുഡ്സ് നമുക്കിപ്പോൾ പറ്റിക്കപ്പെട്ടു, നമുക്ക് കേസ് കൊടുക്കാം. ഡ്രസ് മെറ്റീരിയൽസ് നമുക്ക് സൈസ് ആയില്ല ഒരാൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, കളർ ഇഷ്ടപ്പെട്ടില്ല വേറൊരാൾക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ അവരുടെ ഗ്രോസറി നമുക്ക് വേണം, മെഡിസിൻ ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. 2 പാത്രങ്ങൾ, പല കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ, അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഫുൾ സെറ്റായിട്ടോ കൊടുക്കുമ്പോൾ ഇതൊക്കെ സത്യത്തിൽ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണോ, അല്ലെങ്കിൽ ഈ കോട്ടിംഗ് നല്ലതാണോ, ഒറിജിനലാണോ, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഒരു ആരോഗ്യത്തെയും കൂടെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയല്ലേ ഇതിൽ കൂടെ വളരുന്നത്? തീർച്ചയായിട്ടും അത് എന്നോട് യോജിക്കുന്നുണ്ട്. കാരണം ഇത്തരം പല പ്രോഡക്റ്റും നേരത്തെ ഇപ്പൊ നമുക്ക് പോയി ഒരു കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ ഇമ്മീഡിയറ്റ് നമുക്ക് പിന്നെ ഗ്യാരണ്ടി കാർഡ് നമുക്ക് കൈ തരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് ഇത് നമ്മൾ ആരോട് അവിടെയാണ് നമ്മുടെ സെലക്ഷനിൽ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. അതായത് നമ്മൾ ഏത് സാധനം വാങ്ങുന്നു എന്ന് അറിഞ്ഞിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ബ്രാൻഡഡ് സാധനം അതൊരു കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സാധനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് അതേ പ്രോഡക്റ്റ് ആണോ ഇതിൽ സെല്ല് ചെയ്യാനിട്ടിരിക്കുന്നത്, അതിനകത്ത് തന്നെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂസ്ഡ് എന്ന് ചിലപ്പോൾ കാണും. വില കുറഞ്ഞത് കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് താഴെ വളരെ ചെറിയ അക്ഷരത്തിലായിരിക്കും എഴുതിയിരിക്കുന്നത്, നമ്മൾ വായിക്കത്തില്ല യൂസ്ഡ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെല്ലറിനെ അപ്പം അങ്ങനെയുള്ള നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചെടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് നേരിട്ട് തോന്നുന്ന ഡ്രസ്സ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ പാത്രങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് 100% ഓൺലൈനിൽ പറ്റത്തില്ല. അതേസമയം ഒരു ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്പെസിഫിക്കേഷൻ വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. ആ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് കാണുന്ന സ്പെസിഫിക്കേഷൻ തന്നെയാണോ ഇവരുടെ ഓൺലൈൻ ഷോപ്പിൽ ഇട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കി അങ്ങനെയുള്ളത് എടുക്കാം. പിന്നെ മറ്റ് സാധനങ്ങളിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ പറ്റിക്കപ്പെടുന്ന കേസുകൾ വരുന്നുണ്ട്. ഇപ്പം ഫോൺ ബുക്ക് ചെയ്ത ആൾക്ക് തിരിച്ച് വന്നപ്പോഴത്തേക്കും ചെറിയ ചുടുകട്ട കിട്ടിയ കേസുണ്ട്. അപ്പോൾ അത് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പം പല അറിയപ്പെടുന്ന വെബ്സൈറ്റ് നമ്മൾ സാധാരണയായിട്ടും ബ്രാൻഡഡ് ഷോപ്പിംഗ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോൺ, ഈബേ പോലെയുള്ള അറിയപ്പെടുന്ന സൈറ്റുകളുണ്ടെങ്കിൽ പോലും അവരുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് പോലും വരുന്നത്. കാരണം ഇവർ ഡയറക്റ്റ് അല്ല ഇവർ പലപ്പോഴും ഇത് റീഡ് ചെയ്യുന്നത്. റീറ്റെയിലേഴ്സ് ആയിട്ട് വരുന്ന ഒരുപാട് വെൻഡേഴ്സ് ഇതിനകത്തുണ്ടോ. അപ്പോൾ അതിൽ ഏതാണ് സെല്ലർ എന്നുള്ളത് സാധാരണഗതിയിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റേറ്റിംഗ് ഒക്കെ നോക്കി ഇയാളെ പറ്റി ആരെങ്കിലും ബാഡ് റിമാർക്സ് കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരാളെ നമ്മളൊരു സെല്ലറിനെ സെലക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വരുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് ചിലപ്പോൾ മോശമാവാം, യൂസ്ഡ് ആവാം. ഇത് കൂടാതെ ഈ ഷിപ്പിംഗ് സ്റ്റേജ് ഉണ്ട്. ഷിപ്പിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പനി നേരിട്ട് ചില ലൊക്കേഷനുകളിലാണെങ്കിൽ നേരിട്ട് ഷിപ്പ് ചെയ്യുന്നവരുണ്ടാവും. മറ്റ് ചിലത്ത് അവർ കൊറിയർ കമ്പനികളെ ആശ്രയിക്കും. അപ്പോൾ കൊറിയർ കമ്പനികളെ ആശ്രയിക്കുമ്പോഴത്തേക്കും ഈ കൊറിയർ കമ്പനികൾ പലതും ലോക്കലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് ചിലപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ ഉണ്ടാവും, അവർക്ക് വായിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രഗ്സൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്താണ് കണ്ടൻറ്റ് എന്ന് അറിഞ്ഞാൽ മാത്രമേ അവർ അയച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോൾ അവർ ആ കണ്ടൻറ്റിൻ്റെ ഇൻഫർമേഷൻ കിട്ടുമ്പം ഇത് കൊണ്ടുപോകുന്നതിന് അറിയാൻ പറ്റും ഇതിനകത്ത് ഫോണാണോ, ഇതിനകത്ത് എന്താ സാധനം. അപ്പം ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റീപ്ലേസ് ചെയ്തിട്ടൊരു നല്ല പാക്കൊക്കെ ചെയ്ത് വീട്ടിലെത്തും. അപ്പോൾ പക്ഷേ അത് ഷോപ്പിംഗ് സൈറ്റുകാരനായിരിക്കത്തില്ല അതിൻ്റെ അറിയുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടും ഈ തരത്തിൽ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കാർഡ് നമ്പർ നമ്മൾ പിന്ന് വരെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ നമ്മളെ എത്രമാത്രം പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് അതിനകത്തൊരു വിഷയമുള്ളത് ഓരോ സൈറ്റ് ഡിപ്പെൻസ്. കാരണം ചില സൈറ്റ് ഇപ്പം ഞാനൊരു ടാബ് വാങ്ങി, ഞാൻ പറഞ്ഞു ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ ഞാൻ ഇതുവഴി വാങ്ങുന്നതാണ്. കാരണം ഈ നമ്മുടെ ഇനിയും വാങ്ങും. കാരണം എന്ന് വെച്ചാൽ പഠിക്കില്ല, അതിനകത്ത് വിഷയം അത് എല്ലായിടത്തും. ഞാൻ ചോദിക്കട്ടെ, ഒരു റീറ്റെയിൽ ഷോപ്പിൽ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായ പിന്നെ നമ്മൾ ആ കടയിൽ പോകത്തില്ലേ? തീർച്ചയായിട്ടും പോകും. ഞാൻ അതാണ് പറഞ്ഞത്, ഈ സിറ്റിക്കകത്ത് അഡൾട്രേറ്റഡ് ഫുഡ് വിൽക്കുന്ന അങ്ങനെ അല്ല. അതിലുള്ള വിഷയം വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു ടാബ് വാങ്ങി, 3 ചീത്തായി. ജസ്റ്റ് ഒരു ഫോൺ കോൾ, അവർ വന്ന് ആ സാധനം തിരിച്ചെടുത്തുകൊണ്ട് പുതിയത് റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഓൺലൈൻ ഷോപ്സ് ഉണ്ട്. ഇല്ലാന്ന് പറയാം, നമ്മൾ
ഞാൻ ഇവിടെ ഒരു സിറ്റിയിൽ ഒരു വലിയ കടയിൽ നിന്ന് ഞാൻ 5 കിലോ സാറ് ദയവ് ഇത് സാധനം മേടിക്കാൻ പോകുമ്പോൾ ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് ഇല്ല പറഞ്ഞില്ല പറയാൻ ആരും തരത്തില്ല അതാണ് വിഷയം. കാരണം അത് പറയാൻ കാര്യം വെച്ചാൽ ഒരുമാതിരിപ്പെട്ട ഒരുപാട് കേസ് എനിക്ക് ഞാൻ വാദിയായിട്ട് ഒരുപാട് കേസുണ്ട് ഈ കൺസ്യൂമർ കോടതിയിൽ. അപ്പോൾ ഇതിനകത്ത് അരി വാങ്ങിയ കടയിൽ തിരിച്ചു കൊണ്ടുകൊടുത്ത് ഈ അരി കുഴപ്പമാണെന്ന് തിരിച്ചെടുക്കൂ. തിരിച്ചെടുക്കുമല്ലോ. എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു ഇപ്പൊ ഇവിടെ ഉള്ള ഒരു വലിയൊരു തുണിക്കടയിൽ നിന്ന് ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞല്ലോ ഫീൽ ചെയ്ത സാധനം വാങ്ങി എല്ലാം നമുക്ക് നമ്മുടെ തൃപ്തി ആയിട്ട് സാധനം വാങ്ങി. ഇവിടെ ഏറ്റവും വലിയൊരു കടയിൽ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളതിൽ ഏറ്റവും വലിയ കട ഭയങ്കര പരസ്യമുള്ളൊരു കടയിൽ നിന്ന് തുണി വാങ്ങി 700 രൂപ കണ്ടാണ് മീറ്റർ തുണിക്ക് വില. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ചീത്തായിപ്പോയി. അപ്പം നമ്മൾ തിരിച്ചു കൊടുത്താൽ വാങ്ങില്ല എന്നുള്ളത് എനിക്ക് അനുഭവം. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ കോടതി പോകേണ്ടി സാർ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ബില്ല് സഹിതം കൊടുത്താൽ വാങ്ങിയിരിക്കും. എനിക്ക് അനുഭവമുണ്ട്. അതാണ് പറഞ്ഞത്. അത് ഓരോരുത്തരുടെ അനുഭവമാണ്. അത് അവസാനം അത് വാങ്ങാത്തത് കൊണ്ട് എനിക്ക് കേസിന് പോകേണ്ടി വന്നു. അല്ല സാറ് എനിക്ക് തോന്നുന്നു സാറിന്റെ നെറ്റിയിൽ സാറിനെ പറ്റിക്കാന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ലേ പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ സാറിന്റെ പേരിലാന്ന് ഒരു കാര്യം നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ കൺസ്യൂമർ കോടതിയിൽ നിൽക്കുന്ന കേസൊക്കെ സാറിന്റെ പേരിലുള്ള. എനിക്ക് ഇപ്പൊ നിലവിൽ 15-14 കേസുണ്ട്. ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ പേഴ്സണൽ ഡിഫറൻസ് ഉണ്ടാവാം. അതെ, അതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് ജനറലായിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് മോശമെന്നോ റീറ്റെയിൽ ആണ് നല്ലതെന്നോ പറയാൻ പറ്റത്തില്ല. കടയിൽ പോയാലും ഓൺലൈൻ ആയിരുന്നാലും ഇതുപോലെ എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അടച്ചാക്ഷി ജനറലൈസ് ചെയ്ത് ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില ഓൺലൈൻ ഷോപ്പിംഗ് സാർ അതും അത്തരം അനുഭവം ഉണ്ട്. അതായത് നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് പേയ്മെന്റ് തരുന്ന ഓൺലൈനും ഉണ്ട്. അതേസമയം കടകൾ അത് ചെയ്യില്ല. അവർ പറയുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും എടുക്കണം. അതിൽ വേറൊരു കാര്യമുള്ളത്, നമുക്കൊരു അത്യാവശ്യത്തിനാണല്ലോ ഒരു സാധനം വാങ്ങുന്നത്. അത് വാങ്ങി കിട്ടുന്ന അവസരത്തിൽ അത് ശരിയാകാതെ വരികയാണെങ്കിൽ പിന്നെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ്. എക്സാമ്പിൾ അതൊന്നും ചിന്തിക്കുന്നത് ആൾക്കാർ ഈ സമയം മാത്രം നോക്കുന്നു. മൊബൈലിന് കവർ മേടിക്കാൻ വേണ്ടി പോവാണ്, അതിൻ്റെ ഒരു ഫ്ലാപ്പുള്ള കവർ മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മളൊരു ഷോപ്പിൽ പോയാൽ നമ്മളത് ഇട്ട് നോക്കി അത് കറക്റ്റാക്കി ഓക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ എടുത്ത് പോരുന്നു. ഈ സെയിം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന കളർ അല്ല ആക്ച്വൽ വരുമ്പോൾ അതിനേക്കാൾ ഒരുമാതിരി കളർ നല്ല വേരിയേഷൻ ഉണ്ടാവും. ലൈറ്റ് അടിക്കുമ്പോൾ അതിന്റെ കളറൊക്കെ മാറും. ഓക്കെ, അതൊരു ഡിഫക്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനത് മേടിച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി എനിക്ക് 1 മാസം എടുത്തു. ആ സമയത്ത് ഞാൻ വേറെ മേടിച്ചു. അതെ, നല്ല തത്തമ്മ പച്ചയിലുള്ള കവറൊക്കെ വന്ന് നമ്മൾ എന്ത് ചെയ്യൂലേ. അല്ല അതിൽ താഴെ എഴുതിയിട്ടുണ്ട് കളർ മേ വേരി. അതിന് കളർ മേ വേരി. അതിൽ ചില ഐറ്റംസ് ഈ പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക ഏത് ഐറ്റംസ് എടുക്കണം. ഇപ്പോൾ മോർ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മേടിക്കുമ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസോ അല്ലെങ്കിൽ സർവീസ് ഓറിയന്റഡ് എന്ത് ഐറ്റംസ് മേടിക്കുമ്പോൾ നമ്മൾ ലോക്കലി പർച്ചേസ് ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമുക്ക് പേഴ്സണലി പോയി സംസാരിക്കാം. മേ ബി നമുക്ക് പരിചയമുള്ള കടയിലായിരിക്കും നമ്മൾ മേടിക്കുക. ഒരു സർവീസ് ഇഷ്യൂ വന്നു, നമുക്ക് അവരോട് പോയി സംസാരിക്കുമ്പോൾ കമ്പനിയുടെ ഭാഗത്തോട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് ഓൺലൈൻ മേടിക്കുമ്പോൾ ഞാൻ തിരിച്ചിത് അയക്കണം. തിരിച്ചയച്ച് അവർ പറയുന്ന മറുപടിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. മേ ബി 1 മാസം അല്ലെങ്കിൽ 2 മാസം. എൻ്റെ ഓഫീസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ബ്ലൂടൂത്ത് മേടിച്ചു, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഒരു ബ്ലൂടൂത്ത് മേടിച്ചത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഡാമേജ് ആണ്. ഇത് തിരിച്ചയച്ചു. ഇന്നലെയാണ് വന്നത്. ഞാൻ ചോദിച്ചപ്പോൾ 1 മാസവും 7 ദിവസം കഴിഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ സമയത്തിന്റെ നമ്മൾ ചെറിയ മടിയാണല്ലോ ഒരു സാധനം. മടിയാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന അടുത്തൊരു ടൈം നോക്കൂ. നമ്മൾ അതിനുവേണ്ടി ഒരുപാട് സമയം എക്സ്ട്രാ കളയാണ്. നമ്മളിപ്പോ സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട, സ്ത്രീകളുടെ ഇതിൽ വളരെ കുറച്ചൊക്കെ വരുന്നുള്ളൂ. പക്ഷെ മീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്ത്രീകളാണ് പ്രധാനമായിട്ടും അതിലേറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന ഒരുത്തൻ കൂവി വിളിച്ച് അവൻ്റെ അടുത്ത് ചെന്ന് കുറെ വർത്തമാനമൊക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് അവനൊരു വില പറയും. ഇത് പക്ഷെ നിങ്ങൾക്ക് ഫിക്സഡ് പ്രൈസ് ആണ്, നിങ്ങൾ ഒരു വിധത്തിൽ കുറയ്ക്കില്ലേ? പ്രൈസ് ഡൈനാമിക് പ്രൈസിങ് തന്നെയാണ്. അത് കുറയ്ക്കാനും കൂട്ടാനും ഉള്ളൊരു ഫെസിലിറ്റി. എപ്പോഴെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? കംപ്ലൈന്റ് വരാറുണ്ട്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് കംപ്ലൈന്റ്? നമ്മൾ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രോസൺ ആണ്. ഇപ്പം മാഡം ആദ്യം ചോദിച്ച പോലെ തന്നെ ഇപ്പം കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. മീൻ ഇവിടെ കിട്ടും, എല്ലായിടത്തും കിട്ടും. അപ്പം പക്ഷെ അത് അതേ ക്വാളിറ്റിയിൽ വീടുകളിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെയാണ് ഞങ്ങൾ കയറുന്നത്. അപ്പം അത് ഫ്രോസണിലൂടെയാണ് നമ്മൾ, കാരണം ഞങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ആ മീൻ ഫ്രീസ് ചെയ്ത് നല്ല -40 ഡിഗ്രീസിൽ ഫ്രീസ് ചെയ്ത് അങ്ങനെയാണ് വീടുകളിൽ എത്തിക്കുന്നത്. അപ്പം ഈ ഫ്രോസൺ ആണോ ഫ്രഷ് ആണോ ഒരു പെർസെപ്ഷൻ ചേഞ്ച് ഉണ്ട്. അത് ഒരാൾ ടേസ്റ്റ് ചെയ്ത് അനുഭവിച്ചെങ്കിലേ അത് അറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു ചലഞ്ച് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സ്ലോ പ്രോസസ്സായിട്ട് നമുക്കത് ബീറ്റ് ചെയ്യാൻ. നിങ്ങൾ ഈ ഫിഷ് പുറത്തും കൊടുക്കുന്നുണ്ടോ?
അതായത് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ റീറ്റെയിലേഴ്സിന് നമ്മൾ കൊടുക്കുന്നില്ല. കാരണം വീടുകൾ മാത്രം, വീടുകളിൽ മാത്രമേ ഉള്ളൂ. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഡീപ് സീ ടു ഡോർ സ്റ്റെപ്പ് എന്നാണ് നമ്മൾ ആ ഒരു USP-യിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം കടയിൽ നിന്ന് നമ്മൾ ഒരു ഫ്രോസൺ, ഞങ്ങൾ ഫ്രോസൺ ആയതുകൊണ്ട് ആ കടയിൽ നിന്ന് ഫ്രോസൺ മേടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ പറയുകയാണ് നമുക്ക് ബാസ്കിൻ റോബിൻസിലൊന്നും നിർത്തിയിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ടോ. അപ്പോൾ ഈ ഫ്രോസൺ ആയിട്ടുള്ള പാക്കറ്റ് നമ്മുടെ കാറിൻ്റെ ബൂട്ടിലോ അല്ല ബാഗിലോ ഇരിക്കുകയാണ്. അപ്പോൾ അത് വീടുകളിൽ എത്തിച്ചേരുമ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് അത് മെൽറ്റാവും. അപ്പോൾ ആ മെൽറ്റിംഗ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് കോൾഡ് ചെയിൻ എൻഡ് ടു എൻഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ എത്തിക്കുന്നത് തന്നെ. ഓ, ഓക്കെ. പ്രൈസ് ആൾക്കാർ ബാർഗെയിൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. പ്രൈസ് കൂടുതലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. എല്ലാ മാർക്കറ്റിലും നമുക്ക് ഓരോ ജില്ലയിലും പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഡെഫിനറ്റ്ലി മാറും. കാരണം മേടിക്കുന്ന സ്ഥലത്ത്, കാരണം ഇത് കടലിൽ നിന്ന് വരുന്ന ഒരു വിഭവമാണ്. കടൽ തീരങ്ങളാണെങ്കിൽ കുറച്ച് കുറയോ? അല്ലല്ല, അങ്ങനല്ല. അത് വരുന്ന ഭയങ്കര വോളിയം വരുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ പ്രൈസ് കുറയും. കൊല്ലം നീണ്ടകര ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ വിലയ്ക്ക് വെക്കാൻ പറ്റുമോ? ഈ വിലയ്ക്ക് വിൽക്കണമെന്നില്ല. പക്ഷെ അവിടെ കൂടുതൽ ലാൻഡിങ്, കൂടുതൽ ക്യാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വില കുറയും. അപ്പോൾ ആ വില കുറയുമ്പോൾ മാർക്കറ്റിലും വില കുറയും. അതനുസരിച്ച് നമ്മളും വില കുറച്ചേ പറ്റും. അങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ. ഒരു പക്ഷേ ഒരു വീട് വലിയ ക്വാണ്ടിറ്റിയാണ് മേടിക്കുന്നത്, അപ്പോഴും നിങ്ങൾ ഇതേ പ്രൈസ് തന്നെ ആയിരിക്കും, അപ്പോഴും കുറയ്ക്കും. നമുക്ക് സാധനം സൈക്കിളിൽ വരുന്നതിൻ്റെ അടുത്ത് നമ്മൾ പറയാം എനിക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുമല്ലോ, അല്ലേ? അപ്പോൾ അല്ലേ, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യില്ലേ? നമുക്ക് രണ്ട് രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. ഒന്ന് റീറ്റെയിലും ഉണ്ട്, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. നമ്മൾ ഹോട്ടൽസ്, കേറ്ററേഴ്സ്, അങ്ങനത്തെ ക്യാൻറ്റീൻസിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രൈസ് കുറവായിരിക്കും. അങ്ങനെ ഒരാൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പ്രൈസ് കുറച്ച് കൊടുക്കും. ഈ നിങ്ങളുടെ ഈ പരസ്യത്തിലെല്ലാം വലിയ 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 ഹൈ ലെവൽ മീനുകളൊക്കെ കാണുന്നുള്ളൂ. നെത്തോലി അങ്ങനെയൊന്നും ഉണ്ടാവില്ല? നെത്തോലി ഉണ്ടല്ലോ, മത്തി, ചാള ഒക്കെ എടുത്തിട്ടില്ല. കാരണം ചാളയുടെ തന്നെ ചാള വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചാള കിട്ടണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും. പക്ഷേ തമിഴ്നാട്ടിലെ ചാള കഴിക്കുന്നവർ എപ്പോഴും അതിൻ്റെതായ ഡെലിക്കസിയോടെ തന്നെയാണ് കഴിക്കുന്നത്. തമിഴ്നാട്ടിൽ കിട്ടുന്ന ചാള നല്ല മീനല്ല. അതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ ഫാക്ടറി ഉള്ളത്. പക്ഷേ ഞാൻ 1 കിലോ പോലും ചാള അവിടെ നിന്ന് എടുത്തിട്ടില്ല. കാരണം ഇവിടുത്തെ നെയ്ച്ചാളയുടെ ഒട്ടും രുചി അവിടെ വരില്ല. അതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. പക്ഷെ അതുപോലെയല്ല നെത്തോലി, അയല എന്നൊക്കെ പറയുന്നത്. അത് സുലഭമായി കിട്ടുമ്പോൾ നമ്മൾ അതെടുത്ത് ഫ്രീസ് ചെയ്ത് വീടുകളിൽ എത്തിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നവർ? സാറ് നേരത്തെ പറഞ്ഞു ഡീപ്പ് ഫ്രോസൺ ആയിട്ടാണ് ഫിഷ് പോലുള്ള വരുന്നത്. ഫിഷ് എന്ന് പറയുന്ന സാധാരണ പെരിഷബിൾ ഗുഡാണ്. അപ്പോഴേക്കും ഏകദേശം 4 ഡിഗ്രി ഇതിലത് ഡീപ്പ് ഫ്രീസ് ചെയ്താൽ തന്നെ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ 4 ഡിഗ്രിയിലല്ല ഫ്രീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് മീൻ കടലിൽ ജീവിക്കുന്ന ഒരു വസ്തുവാണ്. അത് പുറത്തു വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നല്ലതാവുന്നില്ല, അതിൻ്റെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്ര നേരത്തെ അത് ബാക്ടീരിയൽ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം +4 ഡിഗ്രീസിന് താഴെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ -40 ഡിഗ്രീസിൽ കൊമേഴ്ഷ്യൽ ഫ്രീസറിൽ, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല, കൊമേഴ്ഷ്യൽ ഫ്രീസറിലൂടെ പോയിട്ട് അത് എത്രയും ക്വിക്കായിട്ട് അത് ഫ്രീസ് ചെയ്യുമ്പോൾ ഫർദർ ബാക്ടീരിയൽ ഗ്രോത്ത് അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഉണ്ടായിരുന്ന ന്യൂട്രീഷൻസ് അങ്ങനെ ലോക്ക് ചെയ്യണം. ഫർദർ ന്യൂട്രീഷണൽ ഡാമേജ് വരുന്നില്ല. നമ്മളിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്സ് ആണെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ എത്തിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ക്ലിക്കിൽ തന്നെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ഈ യുവജനങ്ങളായിരുന്നാലും മുതിർന്നവരായാലും അവർക്ക് വെണ്ടയ്ക്കായിരുന്നാലും പാവയ്ക്കായിരുന്നാലും അവർക്ക് താല്പര്യം കാണില്ല വീട്ടിൽ ടെറസിൻ്റെ മണ്ടയിലായിരുന്നാലും അല്ലാതെ കൃഷി ചെയ്യാനായിട്ട്. അപ്പം അതും ഇതൊരു എംപ്ലോയ്മെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് വരികയല്ലേ? ഇപ്പോൾ നിലവിൽ നമ്മൾ ആ കൺസെപ്റ്റ് നമ്മളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പൊ നിലവിലെ കസ്റ്റമർക്ക് ഞങ്ങൾ ഇപ്പൊ കാശില്ലെങ്കിൽ നിങ്ങൾ തരില്ല? എനിക്കിപ്പോ എന്റെ കാശില്ല, പക്ഷെ എനിക്ക് സാധനം നിങ്ങൾ തരില്ലേ? ലോക്കൽ സപ്ലൈസിന്റെ ആവശ്യം, ലോക്കൽ മെർച്ചന്റ്സിന്റെ ആവശ്യം അവിടെയാണ്. റിലേഷൻ ആയിരുന്നു. ഇല്ല മാം, ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലോക്കൽ മാർക്കറ്റിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇനി അത് കൂടെ ഒന്ന് കൊണ്ടുവരണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെ പറ്റിക്കുക മാത്രമല്ല, സാറിന് ആ ഒരു ഇത് വേണ്ട. കാരണം ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണ ലോക്കൽ മാർക്കറ്റിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യണം. നിലവിലെ ലോക്കൽ മാർക്കറ്റ്
മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അവിടെ എത്തിക്കുന്നത്. അല്ല ബെറ്റർ പ്രൈസിൽ ഹോൾസെയിൽ പ്രൈസ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിൽ ബെറ്റർ പ്രൈസിനാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ലോക്കൽ മാർക്കറ്റിൽ തന്നെ നിലവിലുള്ള അവിടെ ലോക്കൽ മാർക്കറ്റിൽ നല്ല പ്രൈസിങ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചക്കറി ഇപ്പോൾ ഞങ്ങൾ ഓർഗാനിക്കും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബൈ പ്രൊഡക്ട്സ് ആണ് ഓർഗാനിക് ചെയ്യുന്നത്. പിന്നെ പച്ചക്കറി ഇതുവരെ നിലവിൽ ഓർഗാനിക് ഞങ്ങളൊരു ബ്രാൻഡ് തന്നെയുണ്ട്. ഞങ്ങൾക്ക് ഇത് തന്നെ ഒരു ബ്രാൻഡാണ് ചെയ്യുന്നത്. MRT എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഓർഗാനിക് ചെയ്യുന്നത്. അത് എല്ലാം ബ്രാൻഡ് വൈസിലുള്ള എല്ലാം എന്താണ് സർട്ടിഫൈഡ് ഉള്ള കസ്റ്റമർ തന്നെയാണ് ബ്രാൻഡ്സ്. തമിഴ്നാട്ടിൽ അല്ലല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. കേരളത്തിലെ ബ്രാൻഡാണ് അത്. ഓൾ കേരള ഫുൾ ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അവരുടെ. ഇപ്പോൾ പിന്നെ അതിന്റെ പച്ചക്കറി നമ്മൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് നമുക്ക് ഓർഗാനിക് നമ്മളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ക്വാളിറ്റി നിങ്ങളാണോ ചെക്ക് ചെയ്യുന്നത്? അല്ലല്ല, ഇത് ഓൾറെഡി അവർക്ക് ഓൾറെഡി FSSAI സർട്ടിഫിക്കറ്റ് അല്ലല്ല FSSAI സർട്ടിഫിക്കറ്റ് ഉണ്ട് ഓൾറെഡി. ഞങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കി സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ കസ്റ്റമേഴ്സ് ഞങ്ങൾ ആദ്യം ശരിക്കും ഞങ്ങൾ ഇതിൽ മാർക്കറ്റിലോട്ട് ഇറങ്ങിയത് തന്നെ ഒരു 6 മാസത്തിന് മുമ്പാണ്. കാരണം ഈ നിലവിൽ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ എല്ലാം ഫ്രണ്ട്സും റിലേറ്റീവ്സും യൂസ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ കസ്റ്റമർക്ക് ഇത് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സർ, ഒരു നേരത്തെ പറഞ്ഞു, ശരിയാണ്, ഒരുപാട് വ്യാപാരികൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിന് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹകരണം സൊസൈറ്റികൾ മുഖാന്തരം സൊസൈറ്റികൾ ഞങ്ങളുടെ കെയർ ഓഫിൽ തന്നെ രൂപീകരിക്കാനും അതുമായിട്ട് ഇവർ ചെയ്യുന്നത് പോലെ ഓൺലൈൻ വഴി വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ, ഫോണിൽ വഴി വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ. പക്ഷേ നിങ്ങളും ഇവരെ പോലെ തന്നെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഒക്കെ കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. ബൈ 1 ഗെറ്റ് 1 ഫ്രീ. നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വ്യാപാരികൾ വളരെ തുച്ഛമായിട്ട് കൊടുക്കാറുള്ളൂ. വൻകിട വ്യാപാരികളുണ്ട്, മൾട്ടിനാഷണൽ, ഇപ്പോൾ ബിഗ് ബസാർ പോലെയുള്ള സ്ഥാപനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വരെ. അവരെന്താണ് ചെയ്യുന്നതെന്ന് ഈ നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. അത് ഞാൻ ചോദിക്കണം. അതായത് ആഴ്ചയിൽ ഒരു ദിവസം പകുതി വിലയാക്കുന്ന അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലായി. അതിൽ അവർ ലാഭം അധികം ഉദ്ദേശിക്കുന്നില്ല, ആൾക്കാരെ കൂടുതൽ വരുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. മറ്റ് ഈ സാധനങ്ങൾ ഇത് വാങ്ങാൻ വരുമ്പോൾ സാധനം വില കൂടി എന്ന് പറയുന്നത് അല്ല, ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ മറ്റുള്ള സാധനങ്ങളുണ്ട് വില കൂടി ഐറ്റം കൂടി ആളുകൾ വാങ്ങും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അതുകൂടെ നടക്കും. ഒന്ന്. രണ്ടാമത് ഇവർ വില കുറച്ച് കൊടുക്കുന്ന ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ, ഇലക്ട്രോണിക് നമ്മുടെ TV അതുപോലുള്ള വളരെ വില കുറച്ച് കൊടുക്കാറുണ്ട്. AC അത് കമ്പനിയിൽ ഇവർ ബൾക്കായിട്ട് ഓർഡർ കൊടുക്കുകയാണ്. ഓർഡർ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ പോകുമ്പോൾ AC-ക്കകത്ത് കോപ്പർ വൈൻഡിങ് ഉണ്ടാവും, അലുമിനിയം വൈൻഡിങ് ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞ് അത് ഞാനിപ്പോൾ അടുത്ത സമയത്ത് എനിക്ക് അറിഞ്ഞ ഒരു അറിവാണ്. കമ്പനിയിൽ പ്രത്യേകം പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ പഴയ ടെലിവിഷൻ കൊണ്ട് കൊടുത്ത അവർ അതിന്റെ ഉള്ളിലെ സാധനമൊക്കെ ഒരു 50,000 എണ്ണമൊക്കെ അല്ല, ഇതിനകത്ത് ഇപ്പൊ സാർ പറഞ്ഞൊരു കാര്യം, ഇപ്പം പ്രൈസ് മാം ചോദിച്ചില്ലേ 50% അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് എങ്ങനെ ഇവർ കുറയ്ക്കുന്നതല്ല. ഇപ്പൊ ഓൺലൈനിൽ ആൾക്കാർ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പ്രൈസിംഗ് ആണ്. ഇപ്പൊ റീറ്റെയിൽ മാർക്കറ്റ്, ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ കിട്ടുന്ന വിലയേക്കാളും കുറവായിരിക്കും ഓൺലൈനിൽ കിട്ടുന്ന പ്രൈസ്. ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അവർ എല്ലാത്തരം കാറ്റഗറിയും ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗാർമെന്റ്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഹോം അപ്ലയൻസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവരെ എടുക്കുന്ന വെച്ചാൽ കമ്പനിയിൽ നിന്ന് ഓരോ ഡീൽ വെച്ചിട്ട് എടുക്കണേ. അപ്പോൾ കമ്പനിയിൽ നിന്ന് ഡീൽ എടുക്കുന്ന മാത്രമല്ല ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഇവർ ബൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്ലിപ്കാർട്ട് ഒരു ഉദാഹരണം. ഇപ്പോൾ ഇവിടെയുള്ള IT മാർക്കറ്റുകളിലോട്ട് ഈ ഫ്ലിപ്കാർട്ടിന് ഷിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ IT-യിലുള്ള എല്ലാ ആൾക്കാരും. ഈ എല്ലാ സ്റ്റോറിലും ഇവർക്ക് ഫ്ലിപ്കാർട്ടിനോ അല്ലെങ്കിൽ ആമസോണിനോ സെല് ചെയ്യുന്ന ഒരു കൗണ്ടർ ഉണ്ടാവും ഇവരുടെ. നമ്മളിപ്പോൾ ഓൺലൈനിൽ കയറിയിട്ട് നോക്കുമ്പോൾ അതിൽ നമ്മുടെ സെല്ലർ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഈ സെല്ലർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫ്ലിപ്കാർട്ടോ ആമസോണോ അല്ല, വേറെ കമ്പനികളുടെ പേരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ ഷോപ്പുകളായിരിക്കും അത് ചെയ്യുന്നത്. ആ ഷോപ്പുകൾക്കാണ് റേറ്റിംഗ് കൊടുക്കുന്നത്. പക്ഷേ ഇവർ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന പ്രൈസ് ഒന്നും അവർ സെല്ല് ചെയ്യുന്ന പ്രൈസ് വേറെയാണ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡീല് ചെയ്യുന്നത് ചിലപ്പോൾ ഗാർമെൻറ്റ്സിലായിരിക്കും ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കണേ. ഇത് ഒരു ദിവസം ഒരു ഇലക്ട്രോണിക്സിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ പൾസ് വരുന്ന ഏതും സൈഡിലാണെന്ന് ഇവർ ആദ്യം നോക്കും. അപ്പോൾ ആ സെക്ഷനിൽ ഇവർ ഡിസ്കൗണ്ട് ഇടുന്നു. അതിനനുസരിച്ച് മറ്റേ സൈഡിൽ ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഒരു ഉദാഹരണം കൂടെ ഉണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു കടയിൽ ഇപ്പോൾ ചെറിയൊരു കടയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ഓരോ പ്രോഡക്റ്റിലും എനിക്ക് പ്രോഫിറ്റ് വേണം, എൻ്റെ ഇത്ര മാർജിൻ വേണം എന്നുള്ളൊരു അനുസരിച്ചായിരിക്കും ഫിക്സ് ചെയ്യുക. പക്ഷേ ഈ പറയുന്ന ഗ്രൂപ്പ് കമ്പനീസും ഗ്രൂപ്പായിട്ടുള്ള ചെയിൻ ഷോപ്സും ഒക്കെ വരുമ്പോൾ അവർ അന്നത്തെ ദിവസത്തെ പ്രോഫിറ്റാണ് അവർക്ക് വേണ്ടത്. അവരൊരു അപ്പിറ്റൈസർ ഇട്ട് കൊടുക്കും. അപ്പൊ സാർ പറഞ്ഞ മാതിരി ഒരു ക്വാളിറ്റി ഇല്ലാത്തതും ക്വാളിറ്റി ഉള്ളതും കൊടുക്കുന്ന നമ്മൾ ഓൺലൈനിൽ നോക്കിയാൽ ഇപ്പൊ എല്ലാം ഓപ്പൺ ആണ്. നമ്മൾ ഓൺലൈനിൽ നോക്കിയാൽ ചൈനയുടെ ഏതെങ്കിലും സൈറ്റിൽ ചുമ്മാ കയറി LED അടിച്ച് നോക്കിക്കോളൂ. 3500 രൂപ മുതൽ 24 ഇഞ്ച് LED കിട്ടും. 3500 രൂപ മുതൽ 4000 രൂപ ആ റേഞ്ചിലാണ് കിട്ടുക. 40 ഇഞ്ചസ് 10,000 രൂപയ്ക്ക് 40 ഇഞ്ചസ് കിട്ടും. അതെനിക്കിവിടെ കൊണ്ടുവരാം, നമുക്ക് മേടിക്കാം. പക്ഷേ എൻ്റെ സർവീസ് ആര് തരും? നമ്മളിതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അവർ കുറേ ബൾക്കായിട്ട് എടുക്കുന്നു, ആ പ്രോഡക്ട്സ് അവർ ആ റേറ്റ് കൊടുക്കുന്നു. അവരൊരിക്കലും നിർബന്ധിക്കുകയല്ല നിങ്ങൾ ഇതേ എടുക്കാവൂ.
അത് ശരിക്കും ആളുകളെ ഇൻവൈറ്റ് ചെയ്യാണ്, എനിക്ക് വാക്കിൻസ് ഉണ്ടാക്കുകയാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ എടുക്കാറുണ്ട്? തീർച്ചയായിട്ടും ചെയ്യാറില്ല. കാരണം വെച്ചാൽ എനിക്ക് നാളെ തീർച്ചയായിട്ടും ചെയ്യാറില്ല. അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് എൻ്റെ ഇതാണ്. കാരണം എനിക്ക് നാളെ നിലനിൽക്കണം. എനിക്ക് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ട്. എൻ്റെ ഒരു പ്രോഡക്റ്റ് ഫെയിൽ ആയാൽ, ഞാൻ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഫെയിൽ ആയാൽ നാളെ അതെനിക്കൊരു ബാഡ് മാർക്കാവും. ഇത് ഓൺലൈൻ ആകുമ്പോൾ ഇത് ഓണർ ആരാന്ന് അറിയുന്നില്ല, എവിടുന്ന് സാധനം വരുന്ന അറിയില്ല, നമ്മുടെ കയ്യിലെത്തിയതിനു ശേഷമേ അറിയുന്നുള്ളൂ. നിങ്ങൾ അഡ്വൈസ് ചെയ്യോ ഇങ്ങനെ ഇന്ന ഇത് വാങ്ങരുത് എന്നൊക്കെ അഡ്വൈസ് ചെയ്യാം? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാനൊരു ഇത് പറഞ്ഞത്, സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസും നമ്മൾ ഓൺലൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇൻ കേസ് LED ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് 3500 രൂപയ്ക്ക് മേടിക്കുന്ന സാധനമായിരിക്കാം 10000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അതിന് MRP അടിച്ചിരിക്കുന്നത് 24,000 25,000 ആയിരിക്കാം. നമ്മളുടെ മലയാളികളുടെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ പോകുന്നത്, നമ്മൾ പ്രൈസിലല്ല നോക്കുന്നത്, എനിക്ക് എത്ര ശതമാനം ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾ ഓൺലൈൻ സൈറ്റ് ഏതെടുത്ത് നോക്കിക്കോളൂ, ഫ്ലിപ്കാർട്ടിൽ ഏതെടുത്താലും അവർ സ്പെസിഫൈ ചെയ്യുന്നത് 66% ഡിസ്കൗണ്ട്, 70% ഡിസ്കൗണ്ട്. നമ്മൾ ഇതാണ് നോക്കുന്നത്. ആക്ച്വലി അതിൻ്റെ MRP എന്താ, നമ്മൾ മാർക്കറ്റിലെ പ്രൈസ് കമ്പയർ ചെയ്യുന്നില്ല. ആക്ച്വലി ലോക്കൽ മാർക്കറ്റിൽ പോയാലും നല്ലൊരു ഷോപ്പിൽ പോയാൽ ഈ പ്രൈസിൽ നമുക്ക് ഏകദേശം ഒരു 500 രൂപ 1000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമ്മളത് ചെക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഈ 66% അല്ലെങ്കിൽ 73% എന്ന് പറയുന്നതിൽ അവിടെ പോയി അപ്പോൾ ക്ലിക്ക് ചെയ്യണം. ആ ഒരു ഇമ്പൾസാണ്, അപ്പോഴത്തെ ഡിസിഷൻ നമ്മൾ അന്നേരം ചെയ്തു. അതേസമയം നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ എനിക്ക് ഞാൻ ആപ്പിൾ ഫോൺ മേടിക്കാൻ പോകുന്നതെങ്കിൽ ആപ്പിൾ വില കൂടുതലാണ്, ശരി എന്ന് എനിക്ക് സാംസങ്ങിൻ്റെ നോക്കാം, അല്ലെങ്കിൽ അടുത്ത് നോക്കാവുന്നൊരു നമുക്ക് ടൈം അവിടെ ഉണ്ട്. ഇത് ഈ പറയുന്ന ഒരു 70% ഡിസ്കൗണ്ട് കാണുമ്പോൾ അപ്പോൾ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഒരു റീതിങ്ക് ഇല്ല, ഒരു ചോയ്സ് ഇല്ല. അല്ല, അതിനകത്ത് ഒരു വിഷയമുള്ളത്, 10 രൂപയ്ക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള ഒരു സാധനം 100 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്, 50 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്. ആരും അവർക്ക് നഷ്ടം വരുത്തി വയ്ക്കുന്നില്ല. ഇപ്പോൾ റീറ്റെയിൽ ആയിരുന്നാലും ഓൺലൈൻ ആയിരുന്നാലും ചെയ്യുന്നില്ല. തുണിയുടെ കാര്യം പറയുന്നു, നമുക്ക് തുണിക്കൊരു ഷെൽഫ് ലൈഫ് ഉണ്ട്. അത് കഴിഞ്ഞ സാധനങ്ങളായിരിക്കും പലപ്പോഴും നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നത്. കടയിലും ഇത് സംഭവിക്കാറുണ്ട്. ഇപ്പം ഓണം പോലുള്ള സീസൺ വരുമ്പോൾ അവർ പല ഓഫറുകളും വയ്ക്കും. അങ്ങനെ കിട്ടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇലക്ട്രോണിക് ഗുഡ്സ് ആയിരുന്നാലും തുണിയായിരുന്നാലും ആ ഷെൽഫ് ലൈഫ് കഴിഞ്ഞതാണോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ ഇപ്പൊ ബാംഗ്ലൂര്, ഇപ്പൊ ചെന്നൈയിലൊക്കെ ഞാനൊക്കെ പോയി കിലോ കണക്കിന് തുണി വാങ്ങിയിട്ടാണ് ഇവര് സത്യത്തിൽ ഇതൊക്കെ അവിടെയൊക്കെ വളരെ തുച്ഛമായ വിലക്ക് വാങ്ങിയിട്ടാണ് ഇതിന്റെ ഇരട്ടി വിലക്ക് നമുക്ക് തരുന്നത്. അബ്നോർമലായ ഒരു ഡിസ്കൗണ്ട് നമുക്കറിയാം. നോർമൽ മാർക്കറ്റിൽ എത്ര % ഡിസ്കൗണ്ട് ഉണ്ടാവും? ഒരു സാധാരണ മനുഷ്യനുണ്ട്, കോമൺ സെൻസ്. ഇപ്പൊ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട്. ഒരു അബ്നോർമൽ ഡിസ്കൗണ്ട് ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല, അതിനത്രയും വാല്യൂ ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ഓൺലൈനിലായാലും ലോക്കലിലായാലും നമുക്കൊരു പറ്റിക്കപ്പെടൽ ഉണ്ടാവില്ല. നമ്മൾ പറ്റിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകേടാണ്. അതിന് വേറൊരാളെ കുറ്റം പറയാൻ പറ്റില്ല. അവന്റെ തോട്ടിൽ വന്നൊരു കാര്യം അവൻ പ്രോസസ് ചെയ്യുന്നു, നമ്മൾ പറ്റിക്കപ്പെടുന്നു.